കണ്ണൂർ അഞ്ചരക്കൺ ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RS നിതിൻരാജിന്റെ മരണത്തിൽ സസ്പെൻഷനിലായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. അതിനിടെ അധ്യാപകർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിതിൻരാജിന്റെ ശബ്ദ സംഭാഷണം പുറത്തുവന്നു. നിതിൻരാജിന് നേരെ അധ്യാപകർ പരസ്യമായ ജാതീയ അധിക്ഷേപം നടത്തിയെന്നും നിറത്തിന്റെ പേരിലും പിതാവിന്റെ തൊഴിലിന്റെ പേരിലും വരെ സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ആരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു നിതിൻരാജിന്റെ വീട്ടിലെ കാഴ്ചകൾ. കുടുംബത്തിന്റെ ഏകപ്രതീക്ഷയായിരുന്ന നിതിന്റെ വിയോഗം അച്ഛൻ രാജനും അമ്മ ലതയ്ക്കും താങ്ങാനാവുന്നതായിരുന്നില്ല. മകൻ ഡോക്ടറായി വരുന്നത് കാണാൻ കാത്തിരുന്ന ഇവരുടെ തീരാനോവ വാക്കുകളായി പുറത്തു വന്നപ്പോൾ കണ്ടുനിന്നവർക്കും അത് കണ്ണീർ കാഴ്ചയായി. നിതിന് വിട നൽകാൻ നാടൊന്നാകെയാണ് ഇവിടേക്കെത്തിയത്. രാഷ്ട്രീയ നേതാക്കളടക്കം പ്രമുഖ വ്യക്തികളും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് നിതിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അധ്യാപകരുടെ സസ്പെൻഷനിൽ മാത്രം നടപടികൾ ഒതുക്കാൻ പാടില്ല എന്നും കുടുംബം ആവശ്യപ്പെട്ടു. ശാരീരികമായും മാനസികമായും നിതിനെ പീഡിപ്പിച്ചിരുന്നു. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിങ്ങും നേരിട്ടു. ജീവനൊടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നെന്നും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം സംശയമുന്നയിക്കുന്നു. ഉഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. എന്തായാലും കുട്ടികളാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല. സ്റ്റാഫ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ. അത് നല്ല രീതിയിൽ മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇദ്ദേഹം തന്നെ ആണോ തള്ളിയിട്ടെന്നുള്ള ഒരു സംശയമേ ഉള്ളൂ. നിതിന്റെ മരണത്തിൽ DGPക്ക് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. അതിനിടെ അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച നിതിൻ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. എന്നാലും ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീവ് ചേർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാം. ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് നിതിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല കുട്ടിയായിരുന്നു, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടിയ 2 തവണ റിപ്പീറ്റ് ചെയ്താണ് കിട്ടിയപ്പോഴവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോഴും അവന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടിരുന്നില്ല. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ നിതിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർ പറയുന്നു. നമ്മുടെ ശിക്ഷ ഇത്രയും കുറയുന്ന കാലത്തും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് വന്നത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നിതിനെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ
ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK രാമ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കോളേജ് അന്വേഷണ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലായ അധ്യാപകരിൽ നിന്ന് പോലീസ് ഉടൻ വിശദമായ മൊഴിയെടുക്കും. കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.